ആദ്യഘട്ടത്തിനായി ഞങ്ങൾ അഭിമാൻ റൂട്ട് പ്രൊട്ടക്റ്റന്റ് നൽകി. റൂട്ട് പ്രൊട്ടക്റ്റന്റ് വളരെ നന്നായി പ്രവർത്തിച്ചു. 45 ദിവസത്തിനു ശേഷം പൂവിടുന്നതിനായി ഞങ്ങൾ APKS ഓർഗാനിക്സിൽ നിന്നുള്ള FL77 നൽകി. കീടങ്ങൾ വന്നില്ല. ഇത് നന്നായി പ്രവർത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിച്ചു. ചെടിയുടെ സ്വഭാവം നല്ലതായതിനാൽ കായയുടെ ഗുണനിലവാരം അത്ഭുതകരമാണ്. അതിനുശേഷം ഞങ്ങൾ ഓർബിക്സ് മണ്ണിന്റെയും പഴങ്ങളുടെയും സംരക്ഷണാർത്ഥം തളിച്ചു. ഞങ്ങൾ ഇത് സ്പ്രേ ചെയ്യുകയും ചെയ്തു. ഇത് കീടങ്ങളെ നന്നായി നിയന്ത്രിക്കുന്നു. ഈ അഭിമാൻ ഓർബിക്സ് മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം പഴം നന്നായി പോഷിപ്പിക്കപ്പെടുന്നു. കീടബാധയില്ല. പഴം വളരെ തിളക്കമുള്ളതാണ്. ഗുണനിലവാരം മെച്ചപ്പെട്ടു. ഇതിന് നൽകിയ മരുന്ന് പൂവ് കൊഴിഞ്ഞുപോകാത്തതത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫലം വളരെ പ്രോത്സാഹജനകമാണ്. ഹലോ സർ, എന്റെ പേര് ഷെയ്ഖ് അല്ലാഹുദ്ദീൻ. ഞാൻ തഞ്ചാവൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാനൊരു കർഷകനാണ്. എന്റെ വയലിൽ വഴുതനങ്ങയുണ്ട് സർ. ആദ്യഘട്ടത്തിൽ തന്നെ ഈ അഭിമാൻ വഴുതന ചെടി കൊടുക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതും കൊടുത്തു. ചെടിയുടെ ചുവട്ടിൽ നിന്ന് ശാഖകൾ വരെ നന്നായി വളർന്നു. പൂക്കളും നന്നായി വരുന്നു. അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ 25 മുതൽ 30 ദിവസം വരെ പൂക്കളുടെ വളർച്ചയ്ക്ക് അവർ FL77 മരുന്ന് നൽകി. ആ മരുന്ന് പൂക്കളിൽ തളിക്കുമ്പോൾ അവർ അല്പം വേപ്പെണ്ണ കലർത്തി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. അതിനാൽ കീടനിയന്ത്രണം നല്ലതാണ്. പൂക്കൾ നന്നായി വളരുന്നു. ധാരാളം മുകുളങ്ങൾ വിടരുന്നു. ധാരാളം പഴങ്ങൾ വരുന്നു സർ. അതുപോലെ രോഗനിയന്ത്രണത്തിനായി അവർ ഓബക്സ് നൽകി. അതും നല്ല ഗുണനിലവാരമുള്ളതാണ് സർ. സ്പ്രേ രീതിയിലും ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. സ്പ്രേ രീതിയിൽ ഞങ്ങൾ FL77 ഉപയോഗിക്കുന്നു. അടിയിലുള്ള വെള്ളത്തിൽ അഭിമാൻ മാത്രമേ നൽകുന്നുള്ളൂ. വേരുമരുന്നായി ഞങ്ങൾ അഭിമാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റ് 2 മരുന്നുകളും സ്പ്രേ രീതിയിൽ ഉപയോഗിക്കുന്നു. ഈ അഭിമാൻ ഓബക്സ് FL77 മരുന്ന് ഉപയോഗിച്ച് പഴങ്ങൾ നന്നായി പോഷിപ്പിക്കപ്പെടുന്നു. കീടങ്ങൾ അത്ര വലുതല്ല. പഴങ്ങൾക്ക് തിളക്കവും കൂടുതലാണ്. നല്ല നിറം മെച്ചപ്പെട്ടിട്ടുണ്ട്. പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഈ മരുന്ന് സഹായിച്ചിട്ടുണ്ട്. പഴങ്ങൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് വളരെ നല്ലതാണ്. 6 മാസത്തിനു ശേഷം ഈ സ്റ്റോക്ക് വിളവെടുക്കാം. അടുത്ത സ്റ്റോക്ക് വരെ മരുന്നിന്റെ ഗുണനിലവാരം കാരണം ഈ അഭിമാൻ നല്ല പഴുത്ത അവസ്ഥയിലാണ്. വളരെ നന്ദി സാർ.